പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. എങ്ങനെയിരിക്കുന്നു? സുഖമായിരിക്കുന്നുവോ? നന്നായിരിക്കുന്നുവോ? നിങ്ങളെല്ലാവരും സേവിങ്സ് ചെയ്യാറുണ്ടോ? അതായത് ശേഖരിച്ചു വയ്ക്കാറുണ്ടോ നിങ്ങൾ? സമ്പാദ്യമില്ല എങ്കിൽ നാം ജീവിതത്തിൽ തെറ്റ് ചെയ്യുന്നു എന്നർത്ഥം. ശേഖരിച്ചു വയ്ക്കണം. ചിലരൊന്നും സമ്പാദിക്കാതെ എല്ലാം ചിലവാക്കി തീർത്തുകൊണ്ടിരിക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല. ദൈവം നമുക്ക് തരുന്ന വരുമാനത്തിൽ കുറച്ചെങ്കിലും സമ്പാദിച്ചു വെക്കണം. അത് നമ്മുടെ ഭാവിക്ക് ചില ഞെരുക്കമുള്ള സമയത്ത് സഹായകരമാകും. മക്കളുടെ ഭാവിയിലേക്കും അത് സഹായകരമായിരിക്കും. ഒരിക്കൽ ഒരു പിതാവ് വന്നു. മകളുടെ കല്യാണമാണ്, എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. ശരി, ഞാൻ അയാളെ ഇരുത്തി സംസാരിച്ചുകൊണ്ടിരുന്നു. എപ്പോഴാണ് കല്യാണമെന്ന് എല്ലാ വിവരങ്ങളും കേട്ട് മനസ്സിലാക്കി. ശരി, എന്റെ അടുത്തുനിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നെല്ലാം ചോദിച്ച് മനസ്സിലാക്കി. നിങ്ങൾ നിങ്ങളുടെ മകളുടെ വിവാഹത്തിനായി എന്തെങ്കിലും സേവ് ചെയ്തിട്ടുണ്ടോ? ബാക്കി എത്രയാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഒന്നും സേവ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തന്റെ മകൾക്കു വേണ്ടി, തനിക്കൊരു മകളുണ്ട്, അവളുടെ വിവാഹം തക്ക സമയത്ത് നടത്തണം, മാസം ഒരു 500 രൂപ സേവ് ചെയ്താലും എത്ര രൂപയായിട്ടുണ്ടാവും? സേവ് ചെയ്യണമെന്നുള്ള ഒരു ചിന്തയേയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ സഹായിക്കില്ല. നിങ്ങൾ മകൾക്കു വേണ്ടി അധ്വാനിച്ച് സമ്പാദിച്ചു വെച്ചിരിക്കുന്നു, ഇനിയും പണം വേണ്ടിയിരിക്കുന്നു, സഹായിക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ സഹായിക്കും. ഒന്നും സമ്പാദിച്ച് വെക്കാത്ത ഒരാൾക്ക് ഞാൻ ഒരു സഹായവും ചെയ്യില്ല. അതിന് ദൈവം എന്നെ അനുവദിക്കുന്നില്ല. നിങ്ങൾ പൊയ്ക്കോ എന്ന് പറഞ്ഞയച്ചു. കണ്ടില്ലേ, ദൈവവും അതിൽ സ്ട്രിക്റ്റായിരിക്കുന്നു. നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് അത് കൊണ്ടുവാ എന്ന് പറയുന്നു. ഉള്ളത് നീ കൊണ്ടുവന്നാൽ ഞാൻ അനുഗ്രഹിക്കും എന്ന്. അപ്പോൾ നിങ്ങൾ സമ്പാദിച്ച് വെക്കാതെ അപ്പോഴെല്ലാം ചിലവാക്കിയിട്ട് ഒന്നുമില്ലാതിരിക്കുന്നത് നല്ലതല്ല. സമ്പാദിച്ചു വെക്കണം. എവിടെ സേവ് ചെയ്ത് വെക്കണം? ഭൂമിയിൽ ചില കാര്യങ്ങൾ ശേഖരിച്ചു വെക്കും. ചിലർ ഓവറായി, അധികമായി ഭൂമിയിൽ പണം കൂട്ടിവെച്ച് അധികമായി, ഓവറായി കുറെ വീടുകളും നിലങ്ങളും സ്വർണവുമെല്ലാം വാങ്ങി കൂട്ടിവെച്ചിട്ടുണ്ടാകും. എന്താണ് പ്രയോജനം? എന്നാൽ പാവപ്പെട്ടവർ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, തങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി കുറച്ച് ചേർത്ത് വെക്കുന്നത് നല്ലതാണ്. അതല്ലാതെ നിങ്ങളുടെ സമ്പാദ്യം സ്വർഗരാജ്യത്തിൽ ചേർത്ത് വെക്കാനായി ദൈവം പറയുന്നു. മത്തായി 6-ാം അധ്യായം 20-ാം വാക്യത്തിൽ യേശു പറയുന്നു, സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുവിൻ എന്ന്. സ്വർഗത്തിൽ ഒരു ബാങ്കുണ്ട്. അതിൽ പണം നിക്ഷേപിച്ചു വെച്ചാൽ കള്ളന്മാര് പണം മോഷ്ടിക്കുകയുമില്ല, നിക്ഷേപിച്ച പണം നഷ്ടപ്പെടുകയുമില്ല. അത് ഭദ്രമായിരിക്കും. അതെങ്ങനെ അവിടെ നിക്ഷേപിച്ചാൽ എടുക്കാനാകുമോ എന്ന് ചോദിച്ചാൽ, സ്വർഗത്തിൽ എങ്ങനെ നിക്ഷേപിക്കാനാകും എന്ന് ചോദിച്ചാൽ, അതായത് നിങ്ങൾ കർത്താവിനും ദൈവശുശ്രൂഷയ്ക്കും വേണ്ടി കൊടുക്കില്ലേ, അത് സ്വർഗത്തിൽ നിങ്ങളുടെ കണക്കിൽ എഴുതി വെച്ചിട്ടുണ്ടാകും. ഫിലിപ്പിയർ 4-ാം അധ്യായത്തിൽ പൗൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. സ്വർഗത്തിൽ നിങ്ങളുടെ കണക്കിലേക്ക് ഏറുന്ന ഫലമത്രേ ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ഫലം കൂടും. കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായി കൊടുക്കുന്നതിന്റെ ഫലം സ്വർഗത്തിൽ ഉണ്ടാകും. അതുപോലെ അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം കൊർന്നലിയോ എന്നൊരു ദേവദാസനെപ്പറ്റി വായിക്കുമ്പോൾ, അയാൾ പാവപ്പെട്ടവർക്ക് അനേകം ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. തനിക്ക് വേണ്ടി മാത്രമെന്ന് സ്വാർത്ഥതയോടെ ശേഖരിച്ചു വെക്കാതെ കഴിയുന്നത്ര പാവപ്പെട്ടവരെ അയാൾ സഹായിച്ചുകൊണ്ടിരുന്നു. അത് സ്വർഗത്തിൽ അയാളുടെ കണക്കിൽ കൂടിക്കൊണ്ടേയിരുന്നു. ഒരു സ്വാർത്ഥതയുമില്ലാതെ പാവപ്പെട്ടവരെ സഹായിച്ചതുകൊണ്ട് സ്വർഗത്തിൽ അത് കണക്കിൽ എഴുതി. ദൈവം അത് കണ്ടു. സ്വർഗത്തിൽ ഒരാളുടെ കണക്കിൽ ഫലം കൂടിക്കൊണ്ടേയിരിക്കുന്നു. ആരാണ് അയാൾ? കൊർന്നലിയോസ്, ഒരു റോമക്കാരൻ. പാവങ്ങൾക്ക് നന്മ ചെയ്യുന്നു. ദൈവം ദൈവദൂതന്മാരെ അയക്കുന്നു. നിന്റെ പ്രാർത്ഥനയും ദാനധർമ്മങ്ങളും സ്വർഗത്തിൽ കണക്കിൽ എഴുതി വച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ നാം ചെയ്യുന്ന ദാനധർമ്മങ്ങളെല്ലാം സ്വർഗത്തിൽ ദൈവം ഓർക്കത്തക്ക വിധം അത് ചേർക്കപ്പെടുന്നു. അപ്പോൾ നിങ്ങൾ കർത്താവിന് കൊടുക്കുമ്പോഴും പാവപ്പെട്ടവരെ സഹായിക്കുമ്പോഴും അത് സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപമായി ചേർത്ത് വെക്കുന്നു. അതിന് തക്ക ഫലം നിങ്ങൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ തന്നെ ദൈവം തരുന്നു. നിങ്ങളൊരു കുഴപ്പം നിറഞ്ഞ പരിതസ്ഥിതിയിൽ അകപ്പെടുമ്പോൾ കർത്താവേ എന്ന് വിളിച്ചാൽ കർത്താവ് അത് ഓർത്ത് നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരും. രണ്ടാമത്തേത്, നിങ്ങൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അതിന്റെ മികച്ച ഫലം അവിടെ കാണും. അതുകൊണ്ടാണ് സ്വർഗത്തിൽ നിക്ഷേപം ചേർക്കുവിനെന്ന് ദൈവം പറയുന്നത്. നിങ്ങൾ ചേർത്ത് വെച്ചിട്ടുണ്ടോ? സ്വർഗത്തിൽ നിങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ടോ? ചിന്തിച്ചു നോക്കൂ. ഞാൻ ആർക്കും 5 പൈസ കൊടുക്കാറില്ല, ശുശ്രൂഷയ്ക്കും കൊടുക്കാറില്ല, പാവപ്പെട്ടവർക്കും കൊടുക്കാറില്ല. അപ്പോൾ നിങ്ങൾക്ക് നിക്ഷേപമില്ല. ആവശ്യം വരുമ്പോൾ നിങ്ങൾ ദൈവത്തോട് ചോദിച്ചാൽ, നിങ്ങളുടെ കണക്കിൽ അവിടെ പണമില്ലാത്തതുകൊണ്ട് ദൈവത്തിന് നിങ്ങളെ സഹായിക്കാനാവില്ല. സ്വർഗത്തിൽ ചെന്നാൽ നിങ്ങൾക്ക് അനുഗ്രഹം കാണാൻ സാധിക്കില്ല.
അപ്പോൾ സ്വർഗത്തിൽ നിക്ഷേപം ചേർത്തുവെക്കാൻ നിങ്ങളെ സമർപ്പിക്കണം എന്ന് ദൈവം പറയുന്നു. ഇന്നു മുതൽ അങ്ങനെയൊരു തീരുമാനമെടുത്ത് സ്വർഗത്തിൽ നിക്ഷേപിക്കാനുള്ള കൃപ എനിക്ക് തരയണമേ ദൈവമേ. സുവിശേഷം അറിയിക്കാൻ ഞാൻ കൈനീട്ടി ധാരാളമായി സഹായം ചെയ്യണം. അനാഥ കുട്ടികളെ ഞാൻ കൈ അയച്ച് സഹായിക്കണം. അത് ചെയ്തു നോക്കൂ. സ്വർഗത്തിൽ നിങ്ങൾക്ക് ഫലം നിശ്ചയമാകുമെന്ന് മാത്രമല്ല, ഭൂമിയിലും തക്കതായ ഫലം ദൈവം അരുളി ചെയ്യും. അതിന് സമർപ്പിക്കുമോ? ദൈവമേ, സ്വർഗത്തിൽ എന്റെ സമ്പാദ്യം നിക്ഷേപിക്കാനുള്ള കൃപ എനിക്ക് തരയണമേ. അങ്ങയുടെ സുവിശേഷ പ്രവൃത്തികൾക്കു വേണ്ടിയും പാവപ്പെട്ട നിർധനരായ അനാഥരായ കുട്ടികളെ സഹായിക്കുവാനും ധാരാളമായി കൊടുക്കാൻ എന്റെ കൈകളെ സഹായിക്കണമേ. ആ ഹൃദയത്തെ എനിക്ക് തരയണമേ. സ്വർഗത്തിൽ നിക്ഷേപം അധികമാകുവാനുള്ള കൃപ എനിക്ക് തരയണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ